ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ നമഃ. ശ്രീമദ് ഭാഗവത മഹാപുരാണം പ്രഥമസ്കന്ധം 11-ാമത്തെ അധ്യായം 19-ാമത്തെ ശ്ലോകം മുതൽ ഇപ്പോൾ പറയുന്നു. 24-ാമത്തെ ഭാഗമായിട്ട് ഓം വാരമുഖ്യാശ്ച ശതശോ യാനൈസ്തദ്ദർശനോത്സുകാ ലസത് കുണ്ടല നിർഭാത കപോലവദനശ്രിയാം. ലസത് കുണ്ടല നിർഭാത കപോലവദനശ്രിയ. ലാസ്യഭാവത്തോട് കൂടിയിട്ട് അല്ലെങ്കിൽ ഇളകി കളിക്കുന്ന ആ രീതിയിൽ വളരെ ശോഭയുള്ള കുണ്ടലങ്ങൾ അങ്ങനെയാണല്ലോ, ഇളകി അങ്ങനെ ഇളകും. മാത്രമല്ല ഇഷ്ടത്തോട് കൂടിയിട്ട് കാണാനും പറ്റും, അതുകൊണ്ട് ലാസ്യഭാവം. അപ്പം അങ്ങനെ ചെവികളിൽ ഈ കർണാഭരണങ്ങൾ കുണ്ടലങ്ങൾ ധരിച്ചിരുന്നു. അതുപോലെ നിറഞ്ഞതായിട്ടുള്ള എത്രത്തോളം ശോഭ, അങ്ങനെ കവിള് വളരെ മിനുസത്തോട് കൂടിയിട്ടാണ്. അപ്പോൾ ഭഗവാന്റെ മുഖം കാണാൻ വളരെ ഭംഗിയാണ്. അതേപോലെ ശ്രീ, അത് എത്രത്തോളം ഉണ്ടെന്ന് ചോദിച്ചാൽ പറയാൻ പറ്റില്ല, അത്രത്തോളം ശ്രീയാണ്. അങ്ങനെ ഭഗവാനെ തദ്ദർശനോത്സുകാഹ, എല്ലാവർക്കും ഭഗവാനെ കാണണം, ഒരു നോക്കൊന്ന് കണ്ടു കിട്ടണം, അതിന് വേണ്ടിയിട്ടുള്ള ഉത്സാഹം. അങ്ങനെ ദർശനത്തിൽ വാരമുഖ്യാഹ, സ്ത്രീജനങ്ങൾ, ഇപ്പോൾ കൗരവ സ്ത്രീകൾ കണ്ട പോലെ തന്നെ ഈ ദ്വാരകയിലുള്ള എല്ലാ സ്ത്രീകളും ഒരേപോലെ പല യാനൈഹി, പല വാഹനങ്ങളിൽ, ശതശഃ അനേകം പേർ നഷ്ടം. അപ്പോൾ 100 എന്നല്ല, 1000 എന്നല്ല, എത്രയൊക്കെ കോടി ആണ്, കോടിയാണ്. അപ്പോൾ അത്രയും കൂടുതൽ ആളുകൾ അവിടെ സ്വീകരിക്കാൻ വേണ്ടി വന്നായിരുന്നു. വാരമുഖ്യാഹ ച, സ്ത്രീജനങ്ങൾ, അവർ മുഖ്യകളായിട്ടുള്ള പ്രധാനികളായിട്ടുള്ള അവരുടെ പത്നിമാർ. അപ്പോൾ അവർ എല്ലാവരും ഇവിടെ വന്നായിരുന്നു എന്ന് സാരം. സ്ത്രീകളൊക്കെ ഉണ്ടായിരുന്നു. ശതശഃ, ആയിരക്കണക്കിന്, 100 അല്ല കേട്ടോ, 100 കണക്കിനല്ല, കോടിക്കണക്കിന്. അത് യാനൈഹി, വാഹനത്തിലാണ് വന്നിരുന്നത്. പിന്നെയോ രഥം തൊട്ടുള്ള കാര്യങ്ങൾ. തത് ദർശനോത്സുകാഹ, ഭഗവാനെ ഈ ഘോഷയാത്ര, ഭഗവാനെ രണ്ടും കാണണം, അതിനുള്ള ഉത്സാഹത്തോട് കൂടിയിട്ട് എല്ലാവരും അവിടെ എത്തി. ലസത് കുണ്ടല നിർഭാത, ഇതിന് എന്തൊക്കെയാണ് കണ്ടത്? അവിടെ നിറഞ്ഞു നിൽക്കുന്നതായിട്ടുള്ള ലാസ്യഭാവത്തോടു കൂടിയുള്ള ഭഗവാന്റെ കർണാഭരണങ്ങൾ, മകരമത്സ്യം ആണ് ഭഗവാന്റെ കർണാഭരണം. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട്, അതിങ്ങനെ ആടുന്നത് കാണാൻ വേണ്ടിയിട്ട്, അതല്ലെങ്കിൽ അവരുടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉണ്ട്. ഇനി അത് തിരിച്ച് ഇങ്ങോട്ടും പറയാം. അതായത് ലസത് കുണ്ടല നിർഭാത കപോല വദന ശ്രിയ ആയിട്ടുള്ള വാരമുഖ്യാഹ, അങ്ങനെയാവാം. അതായത് ഈ വാരമുഖ്യകളെന്ന് പറയുമ്പോൾ തന്നെ ആഭരണങ്ങൾക്ക് ക്ഷാമമില്ല, വസ്ത്രം പ്രത്യേകമായിട്ടുള്ള പട്ടുവസ്ത്രങ്ങളൊക്കെ ധരിച്ച് ആ രീതിയിലാവാം. അപ്പോൾ അവർ വളരെയധികം സുന്ദരികളായിട്ട് സർവാഭരണ വിഭൂഷിതകളായിട്ടാണ് വന്നേർന്നത്. ലസത് കുണ്ടല, ലാസ്യഭാവത്ത് അങ്ങനെ ഇളകി കളിക്കുന്നതായിട്ടുള്ള കുണ്ടലങ്ങൾ, അതേപോലെ നിർഭാത കപോല വദന ശ്രിയ. കപോലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കവിള്, ആ കവിള് വളരെ മിനുസമുള്ളതാണ്. മാത്രമല്ല അതിങ്ങനെ ആകർഷകം ഉണ്ട്, നിറഞ്ഞു നിൽക്കണം. ഒരുട്ടം മറ്റേ കുങ്കുമൊക്കെ അങ്ങനെ പുരട്ടി, അങ്ങനെ പ്രത്യേക രീതിയിലാണ് അതൊക്കെ വരിക. അങ്ങനെയുള്ള വദനത്തിൻ്റെ ശ്രീയോട് കൂടിയിട്ട് ഈ സ്ത്രീകൾ വാരമുഖ്യാഹ ഭഗവത് ദർശന ഉത്സുകാഹ, അവർ അവിടെ വന്നായിരുന്നു. ഇതേ വിശേഷണം തന്നെ ഭഗവാനും കൊടുക്കാം. ഈ വിശേഷണങ്ങളോട് കൂടിയിട്ടല്ലേ ഭഗവാൻ വരിക. അപ്പോൾ അത് കാണാനുള്ള ഉത്സാഹത്തോട് കൂടിയിട്ട് ഇവിടെ ഇപ്പോൾ ആ സ്ത്രീകളുടെ വിശേഷണമായിട്ടാണ് അവിടെ പ്രത്യേകമായിട്ടുള്ള മറ്റേ യാനങ്ങളിൽ, രഥങ്ങളിൽ ഒക്കെ വന്നായിരുന്നു. അവരങ്ങനെയാണ് വന്നത് എന്നെല്ലാം സമർത്ഥിച്ചത്. വാരമുഖ്യാശ്ച ശതശോ യാനൈസ്തദ്ദർശനോത്സുകാഹ ലസത് കുണ്ടല നിർഭാത കപോലവദന ശ്രിയാം. ഇനി നടനർത്തക ഗന്ധർവ സൂതമാഗധവന്ദിന ഗായന്തി ച ഉത്തമശ്ലോകചരിതാനി അത്ഭുതാനി ച. അതേപോലെ തന്നെ ഭഗവാനെ സ്വീകരിക്കുമ്പോൾ ഈ ഭക്തിഭാവം ഇത് മാത്രം പോരാ, അതിന് കല ഒരു രംഗമാണ്. അതുകൊണ്ട് നടനം ചെയ്യുന്നവർ, നർത്തകർ, പിന്നെ പാട്ടുപാടുന്നവർ, ഗന്ധർവന്മാർ, വാദ്യഘോഷാദികൾ ചെയ്യുന്നവർ, അതേപോലെ സൂതൻ, മാഗധൻ, വന്തി, 3 തരത്തിൽപ്പെട്ട ഈ പ്രവാചകരുണ്ട്. സൂതന്മാർ പുരാണത്തെ പറയണു, മാഗധന്മാർ പാരമ്പര്യത്തെ പറയണു,
വന്ദിന നേരിട്ട് സ്തുതിക്കുന്നു. അങ്ങനെയുള്ള അവരെല്ലാവരും ഗായന്തി ഭഗവാന്റെ ഈ ലീലകളെ പാടിക്കൊണ്ടേയിരിക്കുക. അത് ഏത് തരത്തിലെന്ന് വിചാരിക്കേണ്ട, പല തരത്തിൽ താളരാഗ ഭാവലയത്തോട് കൂടിയിട്ട്. അതേപോലെ തന്നെ അതിൻ്റെ ഈ ഘനഗംഭീരമായിട്ടുള്ള അർത്ഥ സമ്പുഷ്ടം, ഭഗവത് അനുഗ്രഹയോടുള്ള കാരുണ്യം, കൃപ, അങ്ങനെ പലതും അതെല്ലാം പറഞ്ഞു എന്ന് സാരം. അപ്പോൾ നടന്മാർ, നർത്തകന്മാർ, ഗന്ധർവന്മാർ, അതാണ് ആ ഭാഗവതം വായിച്ച സമയത്ത് ഈ ശ്രീശുഖ മഹർഷി ഭാവം ആടി എന്നാണ്. പാട്ടുപാടിയും സ്തുതിക്കും വാദ്യഘോഷങ്ങളും പുഷ്പവൃഷ്ടിയൊക്കെ മറ്റുള്ള എല്ലാവരും ചെയ്തു കഴിഞ്ഞപ്പോൾ ശ്രീശുഖ മഹർഷി തന്നെ ആ ഭഗവാന്റേതായിട്ടുള്ള ലീലകളെ മുഴുവൻ ഭാവാർത്ഥത്തോടു കൂടിയിട്ട്, നാട്യശാസ്ത്രത്തോടു കൂടിയിട്ട് നടനം ചെയ്ത് അഭിനയിച്ച് കാണിച്ചു എന്നാണ്. അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് ഭഗവാനെ സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ദ്വാരകാവാസികളാണ് വന്നിരിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അവരൊക്കെ ഉത്തമ ശ്ലോക ചരിതാനി അത്ഭുതാനി, എത്രത്തോളം ഭഗവാന്റെ ഈ ചരിതങ്ങൾ അത്ഭുതമാണ് പറയാൻ പറ്റില്ല. അത് മുഴുവൻ ഇങ്ങനെ ഓരോരുത്തരും അത് ഭാവത്തിൽ ചെയ്തു. നട നർത്തക ഗന്ധർവാഹ സൂതമാഗധ വന്ദിന ഗായന്തി ച ഉത്തമ ശ്ലോക ചരിതാനി അത്ഭുതാനി ച ഭഗവാംസ്തത്ര ബന്ധൂനാം പൗരാണാമനുവർത്തിനാം യഥാവിധി സമാഗമ്യ സർവേഷാം മാനമാദധേ പ്രഹ്വാഭിവാദനാശ്ലേഷകരസ്പർശസ്മിതേക്ഷണൈ ആശ്വാസ്യ ചാശ്വപാകേഭ്യോ വരൈശ്ചാഭിമതൈർവിഭൂ. ഇനി ഓരോരുത്തരെയും ഭഗവാൻ എങ്ങനെയാണ് സ്വീകരിച്ചത്? തത്ര അവിടെ അനുവർത്തിനാം ബന്ധൂനാം, തന്നെ കാത്തിരിക്കുന്ന, തന്നെ മാത്രം സ്മരിക്കുന്നതായിട്ടുള്ള, തൻ്റെ പ്രവൃത്തികളെ അനുകരിക്കുന്ന, അനുവർത്തിക്കുന്ന, അനുസരിക്കുന്ന, ഇങ്ങനെയുള്ള ആ ബന്ധുക്കൾ മുഴുവൻ. അപ്പോൾ ബന്ധുവായാലും സുഹൃത്തായാലും ഏത് ഭാവത്തിലുള്ളവരായാലും ഒരേപോലെയാണ് കണക്കാക്കിയത്. കാരണം തുല്യദർശനാണ്. അതുകൊണ്ട് അവരുടെ സമീപത്തിൽ സമാഗമ്യ അങ്ങോട്ട് അടുത്താണ്ട് എത്തിക്കഴിഞ്ഞപ്പോൾ നന്നായിട്ട് തന്നെ സ്വീകരിച്ചു എന്ന് സാരം. യഥാവിധി ഓരോരുത്തരും അവരവർക്ക് വിധിയുണ്ട്, അതിനനുസരിച്ചാണ് സ്വീകരിച്ചത്. പ്രഹ്വ അഭിവാദന ആശ്ലേഷ കരസ്പർശ സ്മിത ഈക്ഷണൈഹി, ഇതൊക്കെ ചെയ്തു. പ്രഹ്വ അഭിവാദനം നന്നായിട്ട് തന്നെ പറഞ്ഞുകൊണ്ട് അഭിവാദ്യം ചെയ്തു. അഭിവാദയെ ഹരിശർമാൻ നാമ അഹം അസ്മി ഭോ, ഭഗവാനെ നമസ്കരിച്ചു. അപ്പോൾ അവിടെ അഭിവാദ്യം ചെയ്തു. അത് എല്ലാ അർത്ഥത്തിലും അഭിവാദനം ചെയ്തു എന്ന് സാരം, അതാണ്. അപ്പോൾ അങ്ങനെ നന്നായിട്ട് വന്ദിച്ചു, നമസ്കരിച്ചു. പിന്നെയോ വന്ദനം ചെയ്തതിന് ശേഷം ആശ്ലേഷം, ചിലവർ ആലിംഗനം ചെയ്യുക. അപ്പോൾ ആലിംഗനം ചെയ്തു. ചിലവർ ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുക ചെയ്യുക. അപ്പോൾ കരസ്പർശനം അങ്ങനെയാണ്. പിന്നെ ചിലവർ ചിരിച്ചു, ചിലവർ നോട്ടം കൊണ്ട്. അപ്പോൾ അവർ ഈ നോട്ടം കൊണ്ടായാലും ചിരിച്ചുകൊണ്ടായാലും ആലിംഗനം കൊണ്ടായാലും ഈ കരസ്പർശനം കൊണ്ടായാലും വന്ദനം കൊണ്ടായാലും വീണ് നമസ്കരിക്കുക, ഇങ്ങനെ തുടങ്ങിയ ഏത് രീതിയിലായാലും ഈ വന്ദന നമസ്കാരാദികൾ എല്ലാവരും ചെയ്തിട്ടുണ്ട്. പിന്നെ ആലിംഗനോ മറ്റു കാര്യങ്ങളൊക്കെ വേറെയും ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ നമ്മൾ കണക്കാക്കാവൂ. കാരണം ഭഗവാൻ ഭഗവത്വത്തെ പ്രദർശിപ്പിച്ച ആളായതുകൊണ്ട് ഭഗവാന്റെ ബന്ധുക്കളൊക്കെ ഭഗവാനായിട്ട് തന്നെയാണ് കാണുന്നത്. അല്ലാണ്ട് അച്ഛനായിട്ടോ മകനായിട്ടോ മുത്തശ്ശനായിട്ടോ പേരക്കുട്ടനായിട്ടോ അല്ല, ഈശ്വരനായിട്ടാണ്. സ്വാമി ഭൃത്യഭാവം, രാജാവ്, അങ്ങനെ ആ രീതിയിലല്ല, എല്ലാം ഈശ്വരഭാവത്തിലാണ്. അപ്പോൾ ഈ പ്രദക്ഷിണ നമസ്കാര വന്ദനാദികൾ, തൊഴിൽ തൊട്ട് കാര്യങ്ങളൊക്കെ എല്ലാവരും ചെയ്തിട്ടുണ്ടാവും. ബാക്കി അതാത് ഭാവത്തിൽ ഇപ്പോൾ ആശ്ലേഷം ചെയ്യാൻ വേണ്ടിച്ചാൽ അങ്ങനെ അച്ഛനും അമ്മയാണെന്ന് വെച്ചാൽ മടിയിൽ ഇരുത്തി അങ്ങനെ. അതുപോലെ ഭഗവാൻ ഇങ്ങോട്ടും അച്ഛനെയും അമ്മയും മുത്തശ്ശനെയും ഒക്കെ നമസ്കരിക്കുക ചെയ്യുക. അതൊക്കെ ചെയ്തു എന്ന് സാരം. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചെയ്തു. അങ്ങനെയാണ് ഓരോരുത്തരും എന്താ ചെയ്തത്? ഈ സർവേഷാം എല്ലാവർക്കും മാനം ആദധേ, ഇങ്ങനെയാണ് നമ്മൾ മാനിക്കുക. ഇപ്പോൾ നമ്മൾ നമ്മുടെ ഗൃഹത്തിൽ ഒരാൾ വരികയാണെന്ന് വെച്ചാൽ ആ വ്യക്തിയുടെ പ്രഭാവത്തിനനുസരിച്ച് നമ്മൾ അവരെ എങ്ങനെയാണോ സൽക്കരിക്കേണ്ടത് അങ്ങനെ, വെള്ളം കൊടുക്കാൻ വേണ്ടിച്ചാൽ അത്, വസ്ത്രം കൊടുക്കാൻ വേണ്ടിച്ചാൽ അത്, ആഹാരം കൊടുക്കാൻ വേണ്ടിച്ചാൽ അത്, ധനം കൊടുക്കാൻ വേണ്ടിച്ചാൽ അത്, നമസ്കരിക്കാൻ വേണ്ടിച്ചാൽ അത്, ആവശ്യമെന്തോ അത് നിറവേറ്റി കൊടുത്തുകൊണ്ടും പരസ്പരം അത് പൂരകമാവണം. അങ്ങനെ ആകുമ്പോഴാണ് മാനിക്കുക. അപ്പോൾ അവിടെ രണ്ടുമായി എന്ന് സാരം. ബഹുമാനിക്കലുമായി, പരസ്പരം അംഗീകരിക്കലുമായി. ഈ പരസ്പരം അംഗീകരിക്കാത്തതാണ് കലികാലത്തെ ഏറ്റവും വലിയ ദോഷം. അത് ച്യുതിയാണ്.
പരസ്പരം അംഗീകരിക്കാൻ തോന്നാത്തതിൻ്റെ കാരണം ഞാനാണ് വലുത് എന്ന് തോന്നുക. ഞാൻ വലുതാകുമ്പോൾ ഈ വരുന്നയാളുടെ മഹത്വത്തെ നമുക്ക് കാണാൻ സാധിക്കില്ല, ലഘുത്വത്തെ കാണാൻ സാധിക്കുള്ളൂ. കലിയുഗത്തിലൊഴിച്ച് ബാക്കിയുള്ള യുഗങ്ങളിൽ ഈ വരുന്നയാളുടെ മഹത്വത്തെയാണ് കാണുക, ലഘുത്വത്തെ കാണില്ല. നാരായണീയത്തിൽ പറഞ്ഞുകൊണ്ട് ഈ ദോഷ കണിക വളരെ വലുതായിട്ട് കാണും, വലിയ മഹത്വം അത് ചെറുതായിട്ടും കാണും. അപ്പം അങ്ങനെയല്ല വേണ്ട, തിരിച്ചാണ് വേണ്ടത്. അപ്പം അങ്ങനെ കാണുമ്പോഴാണ് ഈ മാനം ആദധേ കൊടുക്കാൻ സാധിക്കുള്ളൂ. മാത്രമല്ല അഭിമതൈഹി വരൈഹി, അഭീഷ്ടവരങ്ങൾ. ഇപ്പം നമ്മൾ ആഹാരം കൊടുക്കുക വെച്ചാൽ അത് വരാണ്, പൈസ കൊടുക്കുക വെച്ചാൽ അത് വരാണ്. ഭിക്ഷക്കാർക്ക് നമ്മൾ പൈസ കൊടുക്കണം. ഇങ്ങനെ ഓരോരുത്തർക്ക് ഇപ്പോൾ ഒരു വിശിഷ്ടാതിഥിയാണ്, ഒരു ബ്രാഹ്മണനാണ് വന്നുവെച്ചാൽ വസ്ത്രം ധനമൊക്കെ കൂടി കൊടുക്കുമ്പോൾ അത് ഒരു വരാണ്, നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്ന വരാ. ബ്രാഹ്മണന് വരം കൊടുക്കാനും പറ്റുമോ? പക്ഷേ ഇതിനെ അങ്ങനെയാണ് കണക്കാക്കുന്നത്, വരിക്കൽ എന്നാണ്. ഈ വരിക്കലിൻ്റെ അർത്ഥം എല്ലാവരും ധരിച്ചിരിക്കുന്നത് ഭഗവാൻ ഭക്തന് കൊടുക്കുന്ന ഭാവമാണ് വരം എന്നാണ്. വരിക്കൽ, ഭഗവാൻ നമ്മളെ അംഗീകരിച്ചു, അതാണ്. അർഹതയുണ്ട്. എന്തിനാ അംഗീകരിച്ചത്? നമ്മളെയല്ല, നമ്മുടെ തപസ്സിനെയാണ് അംഗീകരിച്ചതേ. ആ ഭഗവാൻ തപോരൂപനാണ്. വരം കൊടുക്കുക എന്നുള്ളത് തപസ്സിൻ്റെ ആ മാക്സിമത്തിലുള്ള ഭാവത്തിൽ ഭഗവാൻ അത് സ്വീകരിച്ചു. ഈ വ്യക്തിയല്ല സ്വീകരിച്ചത്, ഈ വ്യക്തിക്കല്ല കൊടുത്തത്. വ്യക്തിയുടെ ഈ പ്രഭാവത്തെ, വ്യക്തിയുടെ ഈ സ്വഭാവത്തെ, ആ പ്രവൃത്തിയെ, അതിൻ്റെ സദ്ഫലത്തെ, അതിനെ അംഗീകരിച്ചപ്പോഴാണ് വരം കൊടുത്തത്. അങ്ങനെയാണ് വരിച്ചത്, തപസ്സിനെയാണ് വരിച്ചത്, വ്യക്തിയല്ല. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് വ്യക്തിയെ സംഭവിക്കും, അത്രയേ ഉള്ളൂ. വരിക്കൽ സംഭവിക്കും, അത്രയേ ഉള്ളൂ. അങ്ങനെ മാനമാദധേ, അപ്പം എന്തായി? അഭിമതൈഹി വരൈഹി, ഇങ്ങനെ അഭീഷ്ടങ്ങളായിട്ടുള്ള വരങ്ങളെ ഇപ്പോൾ ഭഗവാൻ ഇവർക്കൊക്കെ വരം കൊടുത്തു എന്നാണ് പറയാറ്. അങ്ങനെയല്ല, ഇവരങ്ങോട്ടും കൊടുത്തിട്ടുണ്ട്. വരിക്കൽ ആണ്. രുക്മിണി കൃഷ്ണനെ വരിച്ചു എന്നാ പറയാം. കൃഷ്ണൻ ഇങ്ങോട്ടും വരിച്ചിട്ടുണ്ട്. അതാണ്. ആശ്വപാകേഭ്യ, ചണ്ടാലന്മാർ വരെയുള്ള എല്ലാവർക്കും. ആശ്വൻ ഈ നായയെ വേവിച്ച് തിന്നുന്ന, അതാണ് ആശ്വൻ. അശ്വപാകേഭ്യ, ആശ്വപാകേഭ്യ, അതുവരെ എന്നാണ്. അശ്വപാകേഭ്യ, അങ്ങനെയാണ്. നമ്മൾ ആലയം എന്ന് പറയില്ലേ, അതുവരെ, ടിൽ ദ എൻഡ്, അതാണ്. അപ്പോൾ ഇവിടെ ഏറ്റവും താഴേക്കടയുള്ളവർ വരെ, അതാണ്. ആശ്വപാകേഭ്യ ആശ്വാസ്യ, അവരെയൊക്കെ ആശ്വാസിപ്പിച്ചു ഭഗവാനെ. എന്നിട്ടോ മാനം ആദധേ, അവർക്കൊക്കെ ഈ മാനത്തെ കൊടുത്തു എന്നാണ്. ഭഗവാൻസ്തത്ര ബന്ധൂനാം പൗരാണാം അനുവർത്തിനാം യഥാവിധി സമാഗമ്യ സർവേഷാം മാനം ആദധേ പ്രഹ്വ അഭിവാദന ആശ്ലേഷ കരസ്പർശ സ്മിത ഈക്ഷണൈഃ ആശ്വാസ്യ ച ആശ്വപാകേഭ്യ വരൈഃ ച അഭിമതൈഃ വിഭു. ഇങ്ങനെ ഭഗവാൻ അവിടെ എല്ലാ ബന്ധുക്കൾക്കും പൗരന്മാർക്കും അവർ ഭഗവാനെ അനുസരിക്കുകയാണ്. ഭഗവാന്റെ വാക്കിനെ, ഭഗവാന്റെ ഈ ഉപദേശങ്ങളെ, അതല്ലെങ്കിൽ ഭഗവാൻ ചെയ്തതായിട്ടുള്ള കാര്യങ്ങളെ, ഭഗവാന്റേതായിട്ടുള്ള ചില നയങ്ങളുണ്ട്, അതൊക്കെ ഇന്ന ആൾക്കാർ ഇന്നു ചെയ്യണം എന്നൊക്കെ ഉണ്ട്, അതൊക്കെ അതേപോലെ ചെയ്തു എന്ന് പറയാണ്. അങ്ങനത്തെയാണ് അനുവർത്തികൾ. നമ്മളൊക്കെ ഭക്തന്മാർ, ഭാഗവതന്മാർ ഭഗവാന്റെ അനുവർത്തികളാണ്. ഞാൻ ചെയ്യുന്നതെല്ലാം നിങ്ങൾ ചെയ്യാം, നിങ്ങൾ ചെയ്യുന്നതല്ല മറ്റാൾ ചെയ്യാം, വ്യത്യാസങ്ങളുണ്ട്. ഓരോരുത്തർക്കും ഓരോന്ന് പറഞ്ഞിട്ടുണ്ട്, അതാണ് ചെയ്യാം. അപ്പം അങ്ങനെ യഥാവിധി, അതുകൊണ്ട് തന്നെ അതൊക്കെ വിധിച്ചതാണ്. ഭഗവാനും അതേപോലെ തന്നെയാണ്. ഈ അങ്ങോട്ടും ഇങ്ങോട്ടും യഥാവിധിയാണ്. സമാഗമ്യ, കൂടിച്ചേർന്നു. എന്നിട്ടോ സർവേഷാം മാനം ആദധേ, അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണോ കൊടുക്കേണ്ടത് അത് മാനമായി തന്നെ കൊടുക്കപ്പെട്ടു, മാനിക്കപ്പെട്ടു, വരിക്കപ്പെട്ടു. പ്രഹ്വ അഭിവാദന, എന്തൊക്കെയാ ചെയ്തത് എന്നാണ്. നല്ല നല്ല വാക്കുകളെ പറഞ്ഞു. പ്രഹ്വ, അഭിവാദനം, അഭിവാദ്യം ചെയ്തു, നമസ്കരിച്ചു എന്ന് സാരം. ആശ്ലേഷ, ആലിംഗനം ചെയ്തു. കരസ്പർശ, ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തു. സ്മിത, നന്നായിട്ട് ചിരിച്ചു. ഈക്ഷണൈഹി, നന്നായിട്ട് നോക്കി. ഇപ്പോൾ കാമുകന്മാരെ പോലെ ഈ യാദവന്മാരുടെ അനവധി മഹാകേവന്മാരുടെ പത്നിമാരൊക്കെ ഉണ്ട്. അവരൊക്കെ ഭഗവാനെ നോട്ടം കൊണ്ട്, ചിലപ്പോൾ കുമാരിമാരാവും, അവരെ നോട്ടം കൊണ്ട് ഭഗവാൻ സ്വീകരിച്ചു. എങ്ങനെ? പത്നിമാരായിട്ട് സ്വീകരിച്ചു. ഭഗവാനെ ഇവർ പതിമാരായിട്ട് സ്വീകരിച്ചു. ഇവർക്ക് ഭർത്താവുണ്ട്, കുട്ടികളുണ്ട്, പേരക്കുട്ടികളുണ്ട്. പക്ഷേ ഈ ഭഗവാനെ രണ്ട് തരത്തിൽ സ്വീകരിക്കാം. ജാരബുദ്ധിയ, ഗോപികൾ സ്വീകരിച്ച പോലെ തന്നെയാണ്.
അപ്പോൾ അതിന് സ്വാധീനമുണ്ട്, അതിന് അധികാരമുണ്ട്. അതിന് ഈ ഭർത്താക്കന്മാർക്കൊട്ട് ആക്ഷേപമില്ല. കാരണം ആ ഭർത്തൃപദവി ജീവാത്മാവിൻ്റെ നായകനായിട്ടുള്ള പരമാത്മാവാണ്. അപ്പോൾ ആ നിലയ്ക്ക് അതിന് ആക്ഷേപമില്ല. ഇങ്ങനെ സ്വീകരിച്ചപ്പോൾ ഭഗവാൻ എല്ലാവരെയും അങ്ങോട്ടും ഇങ്ങോട്ടും ആശ്വാസ്യ. ഇപ്പോൾ വസുദേവരെ അങ്ങോട്ടും ആശ്വസിപ്പിച്ചു, കൃഷ്ണൻ ഇങ്ങോട്ടും ആശ്വസിപ്പിച്ചു എന്ന് സാരം. അതാണ്. അങ്ങനെ എവിടം വരെ ആശ്വപാകേഭ്യ, ഈ നായ ചുട്ട് തിന്നുന്ന ഈ ചണ്ടാളന്മാരെ വരെ ഭഗവാൻ ഒരേപോലെ കണ്ടിട്ട് ആശ്വസിപ്പിച്ചത്. ഓരോരുത്തർക്കും ഓരോന്നാണ് കൊടുക്കേണ്ടത്. മാത്രമല്ല വരൈഹി, എന്തൊക്കെയാണ് കൊടുക്കേണ്ടത് അതൊക്കെ കൊടുത്തു. അഭിമതൈഹി വിഭു, ഓരോരുത്തർക്കും മതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഭിപ്രായം എന്നാണ്. അത് നന്നായിട്ട് തന്നെ ഇന്ന അഭിപ്രായമാണ് എനിക്കുള്ളത്, എനിക്കത് കിട്ടിയാൽ തിരക്കടില്ല, എന്നാൽ ശരി അത് എടുത്തോളൂ, ഇതാ തരണം. അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് കൊടുക്കൽ വാങ്ങൽ ചെയ്യപ്പെട്ടു എന്ന് സാരം. വിഭുഹു, കാരണം ഇത് വിഭാവനം ചെയ്ത് തന്നെ ഭഗവാനാണ്. അപ്പോൾ ആ കൃഷ്ണനാ ഇങ്ങനെയൊക്കെ ചെയ്യപ്പെട്ടു. ഭഗവാംസ്തത്ര ബന്ധൂനാം പൗരാണാമനുവർത്തിനാം യഥാവിധി സമാഗമ്യ സർവേഷാം മാനമാദധേ പ്രഹ്വാഭിവാദനാശ്ലേഷകരസ്പർശസ്മിതേക്ഷണൈ ആശ്വാസ്യ ചാശ്വപാകേഭ്യോ വരൈശ്ചാഭിമതൈർവിഭൂ സ്വയം ച ഗുരുഭിർവിപ്രൈः സദാരൈസ്ഥവിരൈരപി ആശീർഭിർയുജ്യമാനോന്യൈർവന്ദിഭിശ്ചാവിശത്പുരം. ഗുരുഭിഹി, ഗുരുക്കന്മാർ, അതേപോലെ വിപ്രൈഹി, ബ്രാഹ്മണന്മാർ, സദാരൈഹി സ്ഥവിരൈഹി, പത്നിമാരോട് കൂടിയിട്ട്, അതേപോലെ സ്ഥവിരൈഹി, കുറച്ച് അനവധി കാലം അവിടെ സ്ഥിതി ചെയ്തവർ, അനവധി കാലം സ്ഥിതി ചെയ്തവരാരാ? വൃദ്ധന്മാർ. സ്ഥവിരൈഹി എന്ന് പറഞ്ഞാൽ വൃദ്ധന്മാർ വെച്ചാൽ വയസ്സായവരൊക്കെ വന്നു എന്നർത്ഥം, മുതുമുത്തശ്ശന്മാരെ. അന്യൈഹി വന്ദിഭി, എല്ലാവരാലും ഒരേപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും വന്ദിച്ചു എന്ന് സാരം. ആശീർഭിഹി, ആശിസ്സലോട് കൂടിയിട്ട് ആശീർവദിച്ചു, അനുഗ്രഹിക്കുക തുടങ്ങിയുള്ള കാര്യങ്ങളെ. നേരെയാവട്ടെ യുജ്യമാനഹ, ഇങ്ങനെ യോജിപ്പിക്കുന്നവരായിട്ട് പുരം ആവിശത്, അങ്ങനെ ആ പുരത്തിലേക്ക് പ്രവേശിച്ചു. ആര്? ഭഗവാൻ ഈ ദ്വാരകയിലേക്ക് പ്രവേശിച്ചു. അപ്പോൾ ഓരോരുത്തരും വൃദ്ധന്മാരായാലും വേണ്ടില്ല, പത്നിമാരായാലും അവരുടെ പത്നിമാരോട് കൂടിയിട്ട്, അതേപോലെ ഗുരുക്കന്മാർ, ബ്രാഹ്മണന്മാർ, വന്ദികൾ, ഇവരൊക്കെ പത്നിമാരോട് കുട്ടികളോട് കൂടിയിട്ട് എല്ലാവരും കൂടിയിട്ടാണ് വന്നിറങ്ങണേ. എല്ലാവരും ആശീർവാദങ്ങളെ സ്വീകരിച്ചു. ഭഗവാനിൽ നിന്ന് അങ്ങോട്ട് കൊടുക്കേണ്ടത് എന്തോ അതൊക്കെ കൊടുക്കുകയും ചെയ്തു. ഇങ്ങനെ ഭഗവാൻ പട്ടണത്തിലേക്ക് പ്രവേശിച്ചു. സ്വയം ച ഗുരുഭിർവിപ്രൈः സദാരൈः സ്ഥവിരൈരപി ആശീർഭിർയുജ്യമാനോന്യൈർവന്ദിഭിശ്ചാവിശൽപുരം. സ്വയം ച ഗുരുഭിः വിപ്രൈः, സ്വയം ച ഓരോരുത്തരും ചിലർ ഒറ്റയ്ക്ക് വന്നവരുണ്ട്, അതേപോലെ ഗുരുവിൻ്റെ കൂടെ വന്നവരുണ്ട്, എന്നുവെച്ചാൽ ഗുരുക്കന്മാർ വന്നവരുണ്ട്. വിപ്രൈഹി, ബ്രാഹ്മണന്മാർ വന്നു. സദാരഹി, അവരൊക്കെ പത്നിമാരോട് കൂടിയിട്ടാണ് വന്നിരിക്കുന്നത്. സ്ഥവിരൈരവി, വൃദ്ധന്മാർ, അവരും പത്നിമാരോട് കൂടിയിട്ട് അങ്ങനെ എല്ലാവരും വന്നു. പിന്നെ ആശീർഭി, എല്ലാവരും ആശീർവദിക്കപ്പെട്ടു. യുജ്യമാനഹ, ഭഗവാനുമായിട്ട് യോജിപ്പിക്കപ്പെട്ടു. അതേപോലെ ഈ പത്നിമാരോട് കൂടി യോജിച്ചാണ് അവർ വന്നിരിക്കുന്നത്, കുട്ടികളോട് കൂടി യോജിച്ചാണ് വന്നിരിക്കുന്നത്. ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അന്വയിക്കാം. അങ്ങനെ അന്യൈഹി, എല്ലാവരാലും ഒരേപോലെ തന്നെ ഭഗവാൻ സ്വീകരിക്കപ്പെട്ടു, ഭഗവാനെയും സ്വീകരിച്ചു. ഭഗവാൻ അങ്ങോട്ടും ഭഗവാൻ ഇങ്ങോട്ടും. മാത്രമല്ല അഭിവന്ദിഭിഹി ച, നന്നായിട്ട് തന്നെ വന്ദിക്കുകയും ചെയ്തു. പിന്നെയോ ആവിശത്പുരം, ഇങ്ങനെയാണ് അവിടേക്ക് പ്രവേശിച്ചത്, പട്ടണത്തിലേക്ക് പ്രവേശിച്ചത്. സ്വയം ച ഗുരുഭിർവിപ്രൈ സദാരൈ സ്ഥവിരൈരപി ആശീർഭിർയുജ്യമാനോന്യൈർവന്ദിഭിശ്ചാവിശൽപുരം. രാജമാർഗം ഗതേ കൃഷ്ണേ ദ്വാരകായ കുലസ്ത്രീയ ഹർമ്യാണ്യാരുരുഹുർവിപ്ര തദീക്ഷണമഹോത്സവ. ഇനിയോ കൃഷ്ണനിൽ രാജമാർഗം ഗതേ, ഈ ശ്രീകൃഷ്ണൻ രാജമാർഗത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞപ്പോൾ ദ്വാരകായാഹ കുലസ്ത്രീയ, ദ്വാരകയിലെ കുലസ്ത്രീകൾ എന്ന് വെച്ചാൽ അത് കൊട്ടാരത്തിലെ പത്നിമാരെ തൊട്ടുള്ള കാര്യങ്ങൾ, അവർ തദീക്ഷണ മഹോത്സവാഹ, അത് കാണാൻ വേണ്ടിയിട്ട് അത്യാഗ്രഹത്തോട് കൂടിയിട്ട് അവിടെ കാത്തിരിക്കുന്നു. ഇപ്പോൾ ദേവകി, ഇവരൊക്കെ അതിലവിടെ രുക്മിണി, ദേവകി തൊട്ടുള്ളവരൊക്കെ, പത്നിമാർ, അമ്മ തൊട്ടുള്ളവർ ഓരോരുത്തരും, രോഹിണിയൊക്കെ ഉണ്ടാവും. അങ്ങനെ അവരെ കാണുന്നതിൽ മഹോത്സവത്തോട് കൂടിയിട്ട് തദീക്ഷണ മഹോത്സവാഹ, അവരെ ആ കുലസ്ത്രീയ ദ്വാരകായ കുലസ്ത്രീയ തദീക്ഷണ മഹോത്സവാഹ, ആ ദ്വാരകയിലെ ഈ സ്ത്രീകൾ ഭഗവാനെ കാണാൻ വേണ്ടിയിട്ട്, ഘോഷയാത്ര കാണാൻ വേണ്ടിയിട്ട് ഉത്സാഹത്തോടു കൂടിയിട്ട് വിപ്ര, അല്ലയോ ബ്രാഹ്മണ, ഇവിടെ സൂതൻ ശൗനകാദി മഹർഷിമാരോട് പറയാണ്, ഹേ ബ്രാഹ്മണ, ഹർമ്യാണി, വലിയ വലിയ ഹർമ്മ്യങ്ങളുണ്ട്, മാളികകൾ, വഴിവെക്കലൊക്കെ നിറച്ച് കൊട്ടാരങ്ങളാണ്, 9 ലക്ഷം കൊട്ടാരമുണ്ട്. ആ കൊട്ടാരത്തിൻ്റെ മട്ടുപ്പാവുകളിലൊക്കെ ആരുരുഹു, അവർ കയറിയിരുന്നു.
രാജമാർഗം ഗതേ കൃഷ്ണേ, രാജമാർഗത്തിലേക്ക് എത്തിയതായിട്ടുള്ള കൃഷ്ണൻ്റെ ദ്വാരകായാഹ കുലസ്ത്രീയ, ദ്വാരകയിലെ ആ കുലസ്ത്രീകൾ മുഴുവൻ ഹർമ്യാണി ആരുരുഹു, ഈ കൊട്ടാരങ്ങളിൽ കയറിയിരുന്നു. എന്നിട്ടോ മട്ടുപാവിൽ കയറിയിരുന്നു. അല്ലയോ ഈ ശൗനകാദി മഹർഷിമാരെ, സൂതം പറയാം, തദീക്ഷണ മഹോത്സവാഹ, ഈ ഭഗവാന്റെ ഘോഷയാത്രയെ ഒക്കെ കാണാൻ വേണ്ടിയിട്ട് വളരെയധികം ഉത്സാഹത്തോടു കൂടിയിട്ടാണ് അവരെല്ലാവരും അവിടെ എത്തിച്ചേർന്നത്. നിത്യം നിരീക്ഷമാണാനാം യദഭിദ്വാരകൗകസാം ന വിതൃപ്യന്തി ദൃശ ശ്രിയോ ധാമാംഗമച്യുതം. ഇനിയോ ശ്രിയ ധാമാംഗം അച്യുതം. ഈ ശ്രീദേവിയുടെ ധാമം ശ്രീദേവിയുടെ ധാമം എവിടെയാ? ശ്രീദേവി ഇരിക്കുന്ന സ്ഥലം. ഭഗവാന്റെ ധാമം നമ്മുടെയൊക്കെ മനസ്സിൽ, ഗോലോകത്തിലും വൈകുണ്ഠത്തിലും ഭഗവാന്റെ ധാമം, നമ്മുടെയൊക്കെ മനസ്സിലും ഭഗവാന്റെ ധാമം, ഇരിപ്പിടം എന്ന സാരം. അപ്പോൾ അവിടെ ശ്രീയ ധാമാംഗം, ശ്രീപാർവതി, ലക്ഷ്മി ഇരിക്കുന്നതായിട്ടുള്ള ആ സ്ഥലം അംഗം അച്യുതം, അച്യുതൻ്റെ വക്ഷസിലാണ്. അപ്പോൾ ശ്രീയ ധാമാംഗം അച്യുതം, അച്യുതൻ്റെ ലക്ഷ്മി ഇരിക്കുന്നതായിട്ടുള്ള ആ അംഗം, അത് ശരീരം എന്ന് ടോട്ടലായിട്ടും വക്ഷസ് എന്ന് പ്രത്യേകമായിട്ടും, മാറിടത്തിൽ ഭഗവാൻ ലക്ഷ്മിക്ക് രുക്മിണിക്ക് മാറിടത്തിലാണ് സ്ഥാനം കൊടുത്തത്. അപ്പോൾ ഈ ശ്രീ ഇരിക്കുന്നതായിട്ടുള്ള അച്യുതൻ്റെ ഈ ശരീരം ധാമാംഗം നിത്യം എപ്പോഴും നിരീക്ഷമാണാനാം യദപി, എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇവർ എങ്കിലും, നിത്യം നിരീക്ഷമാണാനാം, എപ്പോഴും ഭഗവാനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് എങ്കിലും, യത് അപി, അങ്ങനെയാണെങ്കിലും, ദ്വാരകൗകസാം, ഈ ദ്വാരകാവാസികളുടെ ദൃശഃ ന വിതൃപ്യന്തി, അവർക്ക് ഈ കണ്ണുകളെ തൃപ്തിപ്പെടുത്താൻ സാധിച്ചിട്ടില്ല. സദാസമയത്തും കൃഷ്ണന്റെ കൂടെയാണ്, എന്നിട്ടും അവർക്ക് കൃഷ്ണനെ കണ്ടത് പോരാ. അങ്ങനെ ഇതുവരെ തോന്നിയിട്ടുള്ളൂ. നിത്യം നിരീക്ഷമാണാനാം യത് അഭി, സ്ഥിരമായിട്ട് ഭഗവാനെ കണ്ടുകൊണ്ടേയിരിക്കുകയാണ് എങ്കിലും, ദ്വാരകൗകസാം, ഈ ദ്വാരകയിൽ താമസിക്കുന്ന ഓരോരുത്തർക്കും, കുട്ടികൾ മുതൽ വൃദ്ധന്മാർ വരെ, സ്ത്രീകളെല്ലാവരും ഒരേപോലെ തന്നെ, ന വിതൃപ്യന്തിഹി, ഒരിക്കലും തൃപ്തിയാകപ്പെടുന്നില്ല. അത്ഭുതം. വിതൃപ്യന്തി, അത് ഒരിക്കലും തൃപ്തമാകുന്നില്ല. ന വിതൃപ്യന്തി ന ഹി, ഒരിക്കലും അത് സമ്മതമാകുന്നില്ല. ഇനി പോരാ, ഇനിയും കാണണം, ഇനിയും കാണണം, അങ്ങനെ കണ്ടത് പോരാ, അങ്ങനെയാണ്. എന്താ കാരണം? ശ്രീയ, ഭഗവതി അവിടെയുണ്ട്. എവിടെ ഇരിക്കുന്നത്? ഈ ധാമാംഗത്തിലാണ്. ഭഗവതി ഇരിക്കുന്നതായിട്ടുള്ള ഭഗവാന്റെ ഈ ശരീരമുണ്ടല്ലോ, അത് അച്യുതനായിട്ടുള്ള ഭഗവാനാ. ഒരു ച്യുതിയില്ല, എല്ലാ അർത്ഥത്തിലും ച്യുതിയില്ലാത്തയാളാണ്, കൊടുക്കുന്നതിലും വാങ്ങുന്നതിലും. ആ തരം അനുസരിച്ച് വേണ്ട പോലെ, നല്ലവന് നല്ലത്, ചീത്തയാൾക്ക് ചീത്ത. പക്ഷെ ഒടുക്കം മുക്തിയാണ് ഇനി. അങ്ങനെയുള്ള അച്യുതനാണ്. നിത്യം നിരീക്ഷമാണാനാം യദവിദ്വാരകൗകസാം ന വിതൃപ്യന്തി ഹി ദൃശ ശ്രിയോ ധാമാംഗമച്യുതം. ഇപ്പം നമ്മളൊക്കെ സ്വതേ ഈ ലക്ഷ്മി ഇരിക്കുന്നതായിട്ടുള്ള ശ്രീകൃഷ്ണ ഭഗവാനെ എത്ര കണ്ടാലും പോരാ എന്ന് വിചാരിക്കുന്ന ഭാഗവതന്മാരാണ്. ഇപ്പം നമ്മളും ഇപ്പോൾ ഭഗവാനെ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ് ദ്വാരകയിലേക്ക്. ദ്വാരക എന്ന് പറഞ്ഞാൽ മോക്ഷസ്ഥലിയാണ്. നമ്മുടെ ഈ ജീവൻ ഇരിക്കുന്ന ഈ ശരീരം, ഇതിൽ മനസ്സ് കൂടിയിട്ടായിരിക്കുന്നതേ. ചിത്തത്തിൽ ഭഗവാൻ ക്ഷേത്രജ്ഞനായിട്ട് വാസുദേവനായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ആ വാസുദേവനെ നമ്മൾ നമ്മുടെ ഹൃദയത്തിലേക്ക് കൊണ്ടുവരാം. ഇതന്നെ ദ്വാരക. അപ്പോൾ ഇവിടെ ഇരിക്കുമ്പോൾ ശ്രിയോ നിവാസോ യസ്യോര പാനപാത്രം മുഖം ദൃശാം ബാഹവോ ലോകപാലാനാം സാരംഗാണാം പദാംബുജം. യസ്യ, ആരുടെയാണോ ഉരഹ, ഈ മാരിടം, ഉരസ് വർഷസ്, മാരിടത്തിൽ ശ്രീയ, ഈ ശ്രീദേവിയുടെ, രുക്മിണിയുടെ, ലക്ഷ്മിയുടെ നിവാസ, വാസസ്ഥാനമായിട്ട്, മുഖം, അതുപോലെ ഭഗവാന്റെ മുഖത്തെ കാണാൻ, ദൃശാം, കണ്ണുകൾക്ക്, പാനപാത്രം, കുടിച്ചിട്ട് എത്ര അത് പാനപാത്രമാണ്, എത്ര കുടിച്ചാലും പോരാ, അങ്ങനെയുള്ള ആ പാത്രമാണെന്നർത്ഥം. പാത്രം എന്ന് പറഞ്ഞാൽ നമുക്ക് വെള്ളം എടുക്കാനുള്ള പാത്രം, ഗ്ലാസ് എന്ന കൂട്ടത്തിൽ ഈ ഭഗവാൻ ശ്രീ ഇരിക്കുന്നതായിട്ടുള്ള ഈ ഭഗവാന്റെ അംഗമുണ്ടല്ലോ, ധാമാംഗം, അത് ഒരു പാത്രമാണ്. എന്താ പാത്രം? സകല സ്വരൂപം സ്വീകരിച്ച പാത്രമാണ്. നമ്മൾ കൃഷ്ണനെ കൃഷ്ണനായിട്ട് കാണുന്നത് വസുദേവരുടെയും ദേവികയുടെയും പുത്രനായിട്ടാണ്, നന്ദനായിട്ടാണ്, യശോദാപുത്രനായിട്ടാണ്, രാമൻ്റെ അനുജനായിട്ടാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ കാണുന്നത് സകല സ്വരൂപത്തോട് കൂടിയിട്ടാണ്. അതുകൊണ്ട് അത് പാത്രമാണ്. അപ്പോൾ കഥാപാത്രം എന്ന് പറയാൻ പാടില്ല, അതാണ് പാനപാത്രം. അപ്പോൾ ഈ എത്ര കുടിച്ചാലും പോരാ. അങ്ങനെ നമ്മൾ എങ്ങനെ സ്വീകരിക്കുന്നു? നമ്മുടെ മനസ്സിരിക്കുന്ന ഈ
ഈ ജീവൻ ഉണ്ടല്ലോ, ഇത് ആ ഭഗവാനെ സ്വീകരിക്കാനുള്ളൊരു പാത്രമായിട്ട് നമുക്ക് മനസ്സിലേക്കാണ് ഭഗവാൻ വരിക. അപ്പം നമ്മുടെ മനസ്സാണ് ഭഗവാനെ പാനം ചെയ്യാനുള്ള പാത്രം. നമുക്ക് ഈ സകല സ്വരൂപം സ്വീകരിച്ച ആ ഭഗവാൻ പാത്രമാണ്. ആ പാത്രത്തെ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരുമ്പോൾ നമ്മുടെ മനസ്സാണ് ഭഗവത്വത്തെ സ്വീകരിക്കാനുള്ള പാത്രമായിട്ട്, ഭഗവത്വത്തെ സ്വീകരിക്കുന്ന പാത്രമായിട്ട് നമ്മൾ നമ്മുടെ മനസ്സിനെ കാണണം. അപ്പോൾ അന്ധകരണം എത്ര ശുദ്ധമാവണം, എന്നാലേ ഭഗവാനെ സ്വീകരിക്കാൻ സാധിക്കുള്ളൂ. അതാണ്. അപ്പോൾ അങ്ങനെയുള്ള ആ മുഖം ദൃശാം പാനപാത്രം, ആ ഇത് കുടിക്കാനുള്ള ഒരു ആഗ്രഹം മനസ്സിൽ, ബാഹവഹ കൈകൾ, പിന്നെയോ ലോകപാലാനാം കൈകൾ ലോകപാലന്മാരുടെ വാസസ്ഥാനമാണ്. അതേപോലെ സാരംഗാണം, സാരത്തെ എടുക്കുമ്പോൾ പദാംബുജം പാദകമലം വാസസ്ഥാനം. ഇവിടെ കുറച്ചധികം ഒരു വട്ടം പറയാനുണ്ട്. ശ്രിയോ നിവാസോ യസ്യ ഉരഹ, ഭഗവാന്റെ വക്ഷസ്സിൽ ശ്രീലക്ഷ്മി ഇരിക്കുന്നു. പാനപാത്രം മുഖം ദൃശാം, ലക്ഷ്മി കുടിക്കുന്നതായിട്ടുള്ള ചുണ്ടുകൾ. ആ മുഖത്തെ എല്ലാവർക്കും ഒരേപോലെ കാണാൻ സാധിക്കുന്നു. ലക്ഷ്മി ആഗ്രഹത്തോടു കൂടിയിട്ട് കാണുന്ന മുഖാരവിന്ദം. ഭഗവതി എപ്പോഴും കുടിച്ചുകൊണ്ടിരിക്കുന്ന ഭഗവാന്റെ ചുണ്ടുകൾ. ബാഹവോ ലോകപാലാന, ശ്രീകൃഷ്ണൻ്റെ ഭഗവാന്റെ കൈകൾ അഷ്ടദിക് പാലകന്മാരിയ്ക്കുന്ന സ്ഥലമാണ്. സാരംഗാണാം പദാംബുജം, സാധാരണഗതിയിൽ വണ്ടുകൾ തേന് കുടിക്കുക. ആ പൂവിൽ നിന്ന് അതിൻ്റെ സാരമായിട്ടുള്ള തേനിനെ മാത്രമേ എടുക്കാറുള്ളൂ. ഭക്തന്മാരായിട്ടുള്ള നമ്മളും ഭഗവാന്റെ പത്നിയായിട്ടുള്ള ശ്രീഭഗവതിയും ഭൂമിദേവി ആയാലും തുളസി ആയാലും ഒരേപോലെ ഭഗവാന്റെ പാദത്തിലെ ഈ തൃക്കാലുകൾ പാദാംബുജാണ്. അതിലെ സാരം മാത്രമാകുന്ന ഭഗവത് അനുഗ്രഹമാകുന്ന വരത്തെ മാത്രം സ്വീകരിക്കുന്ന ഭാവത്തിലാണ് പത്നിമാരായാലും നമ്മളായാലും ഭക്തന്മാരായാലും എന്ന് സാറ്, ഭാഗവതന്മാരായാലും ഭക്തന്മാരായാലും ഭഗവാന്റെ പത്നിമാരായാലും ഒരേപോലെ ഭഗവാനെ സ്വീകരിക്കുന്നു. അപ്പോൾ എന്തൊക്കെ സ്വീകരിച്ചു? വക്ഷസ്ഥലത്തിൽ ഇരിക്കുന്നതായിട്ടുള്ള ലക്ഷ്മി ഭഗവതി സ്വീകരിക്കുന്നതായിട്ടുള്ള ആ മുഖത്തിലെ ചുണ്ടുകളിലെ മായപുഞ്ചിരിയെ, ഇതൊക്കെ നമ്മൾ സ്വീകരിക്കുക. ലോകപാലന്മാരിരിക്കുന്ന ആ കൈകളെ, അതേപോലെ തൃക്കാലികളെ, ഇങ്ങനെ ഭഗവാന്റെ രൂപത്തെ ഓരോരുത്തരും എങ്ങനെയാണോ സ്വീകരിച്ചത്, ഭഗവതി എങ്ങനെയാണോ സ്വീകരിച്ചത്, അതിനെ വിസ്തരിച്ച് പറയുകയാണ്. ശ്രിയോ നിവാസോ യസ്യോരപ്പാനപാത്രം മുഖം ദൃശാം ബാഹവോ ലോകപാലാനാം സാരംഗാനാം പദാംബുജം. ഭഗവാന്റെ ഓരോ ആടയാഭരണങ്ങൾ, അംഗപ്രത്യംഗം, കേശാദിപാദം, പാദാദികേശം, ഈ ദ്വാരകാവാസികൾ സ്ത്രീകളായാലും കുട്ടികളായാലും വൃദ്ധന്മാരായാലും ബന്ധുക്കളായാലും സൈന്യമായാലും എല്ലാവരും ഒരേപോലെ ഭഗവാനെ ഇങ്ങനെയൊക്കെ കണ്ടുകൂട്ടോ എന്ന് സൂതൻ ശൗനകാദി മഹർഷിമാരോട് പറഞ്ഞു എന്ന് സാരം. അപ്പം ഇങ്ങനെ 26-ാമത്തെ ശ്ലോകം വരെയാണ് ഇപ്പം നമ്മൾ പാരായണം ചെയ്തത്. 19, 20, 21, 22, 23, 24, 25, 26 ഇങ്ങനെ 3, 4, 5, 6, 7, 8 ശ്ലോകങ്ങളിപ്പോൾ പറഞ്ഞു. പ്രഥമ സ്കന്ധത്തിൽ 11-ാമത്തെ അധ്യായത്തിൽ 24-ാമത്തെ ഭാഗമായിട്ട് 26-ാമത്തെ ശ്ലോകം കൂടി നമ്മൾ പറഞ്ഞു. നാരായണ നാരായണ.